ഹായ് ഓൾ, ഗുഡ് മോർണിംഗ് എവരി വൺ. അപ്പോൾ ഇന്ന് നമ്മൾ എടുക്കാൻ പോകുന്ന ടോപ്പിക് എന്ന് പറയുന്നത് സ്ട്രാറ്റജിക് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെൻറ്റ്. നമ്മുടെ ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെൻറ്റ് ചാപ്റ്ററിലെ ലാസ്റ്റ് ടോപ്പിക്കാണ് SHR. ക്ലാസ്സിലോട്ട് കിടക്കാം. ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെൻറ്റ് ഈസ് എ ഓർഗനൈസേഷണൽ ഫങ്ഷൻ ദാറ്റ് ഡീൽ വിത്ത് ഇഷ്യൂസ് റിലേറ്റഡ് ടു പീപ്പിൾ സച്ച് ആസ് കോമ്പൻസേഷൻ, ഹയറിംഗ്, പെർഫോമൻസ് മാനേജ്മെൻറ്റ്, സേഫ്റ്റി, ബെനിഫിറ്റ്സ്. ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെൻറ്റ് നമുക്കറിയാവുന്നതാണ്. ഇറ്റ്സ് എൻ ഓർഗനൈസേഷണൽ ഫംഗ്ഷൻ. എല്ലാ ബിസിനസ് ഓർഗനൈസേഷൻ, ബിസിനസ് ഫേംസിലും പെർഫോം ചെയ്യുന്ന പ്രോസസ്സാണ് HR എന്ന് പറഞ്ഞ പ്രോസസ്സ്. വെയറിൻ ഇറ്റ് ഡീൽസ് വിത്ത് റിക്രൂട്ട്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നു, സെലക്ഷൻ, പ്ലേസ്മെൻറ്റ്, ഒരു എംപ്ലോയിനെ റിലേറ്റ് ചെയ്തിട്ട് എംപ്ലോയിൻ്റെ A to Z കാര്യങ്ങൾ, എംപ്ലോയിൻ്റെ റിക്രൂട്ട്മെൻറ്റ് തൊട്ട് എംപ്ലോയിൻ്റെ റിട്ടയർമെൻറ്റ് വരെ, ആഫ്റ്റർ റിട്ടയർമെൻറ്റ് ലൈഫിലും ഈ പറഞ്ഞ ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെൻറ്റ്, ഈ പറഞ്ഞ പ്രോസസ്സ് എംപ്ലോയിഡ് ആണ്. Strategic Human Resource Management or SHRM is a branch of human resource management. It is the integration of human resource management and strategic management process. SHRM focus on organizational performance rather than individual performance. Strategic Human Resource Management എന്ന് പറയുന്ന ഈ ഒരു ടോപ്പിക്, SHRM എന്ന് പറഞ്ഞ ടോപ്പിക്, ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെൻറ്റ് ഒരു നെക്സ്റ്റ് ലെവലാണ്. ഇറ്റ്സ് എ പാർട്ട് ഓഫ് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെൻറ്റ്, ബട്ട് നെക്സ്റ്റ് ജനറേഷൻ വേണമെങ്കിൽ നമുക്ക് പറയാം. HRMൻ്റെ ഒരു അപ്ഗ്രേഡഡ് വേർഷനാണ് SHRM, സ്ട്രാറ്റജിക് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെൻറ്റ്. സ്ട്രാറ്റജിക് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെൻറ്റിൽ ആ ഒരു പർട്ടിക്കുലർ എംപ്ലോയിനെ മാത്രമല്ല ഫോക്കസ് ചെയ്യുന്ന, പകരം ഓർഗനൈസേഷനെ ബേസ് ചെയ്തിട്ടാണ് എംപ്ലോയിൻ്റെ പെർഫോമൻസ് അല്ലെങ്കിൽ എംപ്ലോയിനെ നമ്മൾ മാനേജ് ചെയ്യുന്നത്. ഇവിടെ മെയിൻ SHRM, സ്ട്രാറ്റജിക് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെൻറ്റിൽ മെയിൻ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് എംപ്ലോയി അല്ലെങ്കിൽ ഇൻഡിവിജ്വൽ ഒബ്ജക്റ്റീവ്സ്, ഈ പറഞ്ഞ ഇൻഡിവിജ്വൽ എയിംസ് അല്ലെങ്കിൽ ഇൻഡിവിജ്വൽ ഗോൾസ് നേടിയെടുത്ത് അവരെ സഹായിക്കുക. അതോടൊപ്പം തന്നെ അത് പ്രൈമറി ടാസ്ക്കാണ്. ഇൻഡിവിജ്വൽ ഗോൾസ് അച്ചീവ് ചെയ്യുന്നതിനൊപ്പം തന്നെ ഓർഗനൈസേഷണൽ ഗോൾസ് കൂടി അച്ചീവ് ചെയ്തെടുക്കുക. അതാണ് മെയിൻ ടാർഗറ്റ് വരുന്നത്. അതുകൊണ്ടാണ് SHRM ഫോക്കസ് ഓൺ ഓർഗനൈസേഷണൽ പെർഫോമൻസ് റാദർ ദാൻ ഇൻഡിവിജ്വൽ പെർഫോമൻസ്. ഒരു എംപ്ലോയിനെ എങ്ങനെയാണ് നമ്മൾ റിക്രൂട്ട് ചെയ്യുന്നത്, ഒരു എംപ്ലോയിയുടെ റിട്ടയർമെൻറ്റ് ലൈഫ് വരെ എങ്ങനെയാണ്, ഈ ഒരു കാര്യം പ്ലാൻ ചെയ്യുമ്പോൾ നമ്മൾ ലോങ് ടേം ഒബ്ജക്റ്റീവ് കൂടി പ്ലാൻ ചെയ്യുന്നു SHRMൽ. എന്ത്, എംപ്ലോയിനെ റിക്രൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് എങ്ങനെ ഓർഗനൈസേഷന് ബെനിഫിഷ്യൽ ആകുന്നു, എംപ്ലോയിനെ കറക്റ്റായിട്ട് പ്ലേസ്മെൻറ്റ് കൊടുത്തു കഴിഞ്ഞാൽ അതെങ്ങനെ ഒരു പർട്ടിക്കുലർ ബിസിനസ് ഓർഗനൈസേഷന് ബെനിഫിറ്റഡ് ആയി വരുന്നു. എംപ്ലോയ്മെൻറ്റ് റിട്ടയർമെൻറ്റ് വരികയാണെങ്കിൽ തന്നെ അതും എങ്ങനെ ബിസിനസ് ഓർഗനൈസേഷന് ബെനിഫിറ്റഡ് ആയി വരുന്നു. ഈ ഒരു കാര്യം ഓർഗനൈസേഷനെ മുൻനിർത്തിയിട്ടാണ് ഓരോ പോളിസീസും റൂൾസും റെഗുലേഷനും, അതേപോലെ തന്നെ ഹ്യൂമൻ റിസോഴ്സസ് നമ്മുടെ ഓർഗനൈസേഷനിലെ എംപ്ലോയീസിനെ വരെ മാനേജ് ചെയ്യുന്നത് SHRMൽ. SHRM is an association of human resources with a strategic aims and target for the purpose of bettering the performance of the organization and growing a culture in the organization which would nurture competitive benefits, flexibility and creativity. അപ്പോൾ SHRMൽ പറയുന്നത് നമ്മുടെ അതൊരു അവിടെ ഓർഗനൈസേഷനിൽ, ബിസിനസ് ഫേംസിലൊക്കെ ഒരു സ്ട്രാറ്റജി, ഒരു പ്ലാൻ, ഒരു പോളിസി അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു റൂൾസ് ആൻഡ് റെഗുലേഷൻ എംപ്ലോയ് ചെയ്യുമ്പോൾ തന്നെ അവിടെ ഇൻഡിവിജ്വൽസിനെ, എംപ്ലോയീസിനെ മോട്ടിവേറ്റ് ചെയ്യണം, എംപ്ലോയീസിനെ എൻകറേജ് ചെയ്യണം, ഈ ഒരു ടാസ്ക് അച്ചീവ് ചെയ്യണം എന്ന് പറഞ്ഞ് എംപ്ലോയീസിനെ എൻകറേജ് ചെയ്യണം. ഈ ടാസ്ക് എന്ന് പറയുന്നത് അച്ചീവ് ചെയ്യുന്നതിനൊപ്പം ഓർഗനൈസേഷന് ആണ് മെയിൻ ബെനിഫിറ്റ്, ഓർഗനൈസേഷനാണ് മെയിൻ ഈ ഒരു ടാസ്ക് അച്ചീവ് ചെയ്യുന്നതുകൊണ്ട് മെയിൻ ക്വാളിറ്റി പെർഫോമൻസ് ഓർഗനൈസേഷനാണ് നേടിയെടുക്കുക. ഇപ്പോൾ തന്നെ നമുക്കറിയാം, അതായത് മെഡിക്കൽ റെപ്രസെൻറ്റേറ്റീവ്സ് ഒക്കെ ആണെങ്കിൽ ടാർഗറ്റ് നിങ്ങളുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടാകും, എല്ലാ മാസവും ഈ ഒരു ടാർഗറ്റ് അച്ചീവ് ചെയ്യണം. ആ മാസം ആ ടാർഗറ്റ് അച്ചീവ് ചെയ്ത് കഴിഞ്ഞ് അതിന് ഓവറായിട്ട് നമ്മൾ അച്ചീവ് ചെയ്യുകയാണ്, നമ്മൾ പ്രൊഡക്ട്സ് ഒക്കെ സെയിൽ കൊണ്ടുവരികയാണെങ്കിൽ എംപ്ലോയീസിന് ഇൻസെൻറ്റീവ്സും ബോണസും ഒക്കെ നമ്മൾ പ്രൊവൈഡ് ചെയ്യും. ഓരോ പെർ യൂണിറ്റ് സെയിലിനും ഇത്ര രൂപ മോണിറ്ററി ഇൻസെൻറ്റീവ്സ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നു. അപ്പോൾ അത് എംപ്ലോയീസിനെ എൻകറേജ് ചെയ്യുന്നതാണ്. ഓവർ ദ ടാർഗറ്റ്, ഓവർ ദ അച്ചീവ്മെൻറ്റ് അവർക്ക് എത്തിക്കാൻ വേണ്ടി എംപ്ലോയീസിനെ എൻകറേജ് ചെയ്യാൻ വേണ്ടിയാണ് ഈ ഒരു ഇൻസെൻറ്റീവ്സ് ഒക്കെ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. പക്ഷേ ഈ ഒരു പറയുന്ന ഇൻസെൻറ്റീവ് പ്രൊവൈഡിങ്, ബോണസ് പ്രൊവൈഡ് ചെയ്യുന്ന മോണിറ്ററി ഇൻസെൻറ്റീവ്സ് എന്നൊക്കെ പറയുന്നത് ഓർഗനൈസേഷൻ ഒരു സ്ട്രാറ്റജിയാണ്. ഇവർക്ക് എന്ത് ചെയ്യുമ്പോഴാണ് ഈ എക്സ്ട്രാ ഇൻസെൻറ്റീവ്സ് ലഭിക്കുന്നത്? ഓർഗനൈസേഷൻ പ്രൊഡ്യൂസ് ചെയ്ത ഓരോ പ്രൊഡക്ട്സ്, ഓർഗനൈസേഷൻ്റെ പ്രൊഡക്ട്സ് എക്സ്ട്രാ സെയിൽ കൊണ്ടുവരുമ്പോൾ അതുവഴി നമ്മൾ നോക്കുകയാണെങ്കിൽ ഓർഗനൈസേഷനാണോ ബെനിഫിറ്റബിൾ? അതായത് ഓർഗനൈസേഷൻ്റെ പ്രൊഡക്ട്സാണ് സെയിൽ ഉണ്ടാകുന്നത്. ഓർഗനൈസേഷൻ ഇവർക്കൊരു ഇൻസെൻറ്റീവ് കൊടുക്കുമ്പോൾ അതിൻ്റെ ഡബിൾ ഇരട്ടി അല്ലെങ്കിൽ ട്രിപ്പിൾ ഇരട്ടിയാണ് ഇവർക്ക് ഓർഗനൈസേഷന് ബെനിഫിറ്റ് അല്ലെങ്കിൽ പ്രോഫിറ്റ് ആയിട്ട് ലഭിക്കുന്നത്. അപ്പോൾ നമ്മൾ ഓരോ റൂൾസ് ആൻഡ് റെഗുലേഷൻ, ഓരോ സ്ട്രാറ്റജീസ് പ്ലാൻ ചെയ്യുമ്പോൾ അത് ഇൻഡിവിജ്വൽസിന് മോട്ടിവേറ്റ് ചെയ്യണം, എൻകറേജ് ചെയ്യണം, സോ ദാറ്റ് അൾട്ടിമേറ്റ് എൻഡിൽ വരുമ്പോൾ ഓർഗനൈസേഷനാണ് അതിൻ്റെ മെയിൻ ബെനിഫിറ്റ് ലഭിക്കുന്നത്.
SHRM can be defined as a linking of human resources with strategic goals and objectives in order to improve business performance and organizational culture that foster innovation, flexibility, and competitive advantage. Strategic human resource management concentrates on human resource plans that have long-term goals and objectives. The principal objective of SHRM is to enhance the efficiency of the employees through stressing on business hindrances that take place external to human resources. ഇപ്പോൾ ഓർഗനൈസേഷനിൽ പുതിയ എംപ്ലോയീസിനെ റിക്രൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ട്രെയിനിങ് ആൻഡ് ഡെവലപ്മെൻറ്റ് കൂടി പ്രൊവൈഡ് ചെയ്യുന്നു, അല്ലെങ്കിൽ കരിയർ ഡെവലപ്മെൻറ്റ് പാസ് കൂടി പ്രൊവൈഡ് ചെയ്യുന്നു. ഇതൊക്കെ എംപ്ലോയീസിൻ്റെ ഡെവലപ്മെൻറ്റിന് വേണ്ടിയാണ് ഓർഗനൈസേഷൻ പ്രൊവൈഡ് ചെയ്യുന്നത്. പക്ഷേ ഓർഗനൈസേഷനും കൂടിയാണ് ഇതിൻ്റെ അൾട്ടിമേറ്റ് എൻഡ് ലഭിക്കുന്നത്. ലോങ് ടേം പ്ലാനിൽ, ലോങ് ടേം ഒബ്ജക്റ്റീവിൽ ഓർഗനൈസേഷന് കൂടിയാണ് ഇതിൻ്റെ അൾട്ടിമേറ്റ് ബെനിഫിറ്റ് ലഭിക്കുന്നത്. ഒരു എംപ്ലോയിനെ നമ്മൾ റിക്രൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഓർഗനൈസേഷൻ ആവശ്യമായ രീതിയിൽ നമ്മൾ അവർക്ക് ട്രെയിനിങ് പ്രൊവൈഡ് ചെയ്യുന്നു. അവരെ ക്വാളിറ്റി ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടി നമുക്കൊരു ട്രെയിനിങ് ഡെവലപ്മെൻറ്റ് കൗൺസിലിംഗ് ക്ലാസ്സസ് ഒക്കെ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നു. അവരുടെ ക്വാളിറ്റി പെർഫോമൻസ് ഒക്കെ ഇമ്പ്രൂവ് ചെയ്യുന്നു. അതേപോലെ അവർക്ക് കരിയർ ഡെവലപ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റീസും ലഭിക്കുന്നു. അപ്പോൾ നല്ലൊരു ടാലൻറ്റഡ് എംപ്ലോയി ആണെങ്കിൽ നമ്മുടെ ഓർഗനൈസേഷനിൽ തന്നെ ഇതേപോലെ കരിയർ ഡെവലപ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റീസ് നമ്മൾ പ്രൊവൈഡ് ചെയ്തിട്ട് നമ്മൾ റീറ്റെയിൻ ചെയ്ത് നിർത്തുകയാണെങ്കിൽ ദാറ്റ് ഈസ് ബെനിഫിറ്റബിൾ ടു ദി ഓർഗനൈസേഷൻ ഇറ്റ് സെൽഫ്. ലോങ് ടേം പ്ലാൻസിൽ ചിന്തിക്കുകയാണെങ്കിൽ the primary task of a strategic human resource manager are to identify the key HR areas where strategies can be implemented in the long run to improve employee motivation and productivity. SHRM recognizes that all decisions on finance, marketing, operations or technology are made by an organization's people or employees themselves. നമ്മുടെ ഓർഗനൈസേഷനിൽ എംപ്ലോയീസ് ആണ് മെയിൻ അസറ്റ് എന്നാണ് SHRM പറയുന്നത്. ശരിയാണ്, നമ്മുടെ ഓർഗനൈസേഷനിൽ ക്യാപിറ്റൽ നമുക്ക് ലഭിക്കുന്നുണ്ട്, പുറത്തുനിന്നൊക്കെ പബ്ലിക് നമ്മുടെ കമ്പനിയിൽ ഇൻവെസ്റ്റ്മെൻ്റ് ഒക്കെ കൊണ്ടുവരുന്നുണ്ട്. അതേപോലെ തന്നെ നമുക്ക് അസറ്റായിട്ട് നമുക്ക് മെഷീനറിയും ബിൽഡിങ്സും അതേപോലെ ഓരോ ഫിക്സഡ് അസറ്റ്സ് നമ്മുടെ കയ്യിൽ ഉണ്ടാകും. പക്ഷേ ഇതിനൊക്കെ പുറമെ, ഇതിനൊക്കെ മുകളിലായിട്ട് ഓർഗനൈസേഷന് വർക്ക് ചെയ്യുന്ന എംപ്ലോയീസ്, ഓർഗനൈസേഷൻ്റെ ഓൺ ഹ്യൂമൻ റിസോഴ്സസ് ആണ് മെയിൻ അസറ്റ് എന്നാണ് SHRMൽ, സ്ട്രാറ്റജിക് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെൻറ്റ് എന്ന കോൺസെപ്റ്റിൽ ദ നെക്സ്റ്റ് ജനറേഷൻ HRMൽ നമ്മൾ പഠിക്കുന്നത്. Traditional human resource management was focused on 4 basic tasks: managing the entry and exit process, growth and development process, reward and recognition, overall organization climate. Basically HRM, human resource management, നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്തിരുന്നത് ഒരാളെ റിക്രൂട്ട് ചെയ്യുന്നു, ആളുടെ റിട്ടയർമെൻറ്റ് വരെ ആളെ നമ്മളെങ്ങനെ മാനേജ് ചെയ്യുന്നു, അതല്ലെങ്കിൽ ആൾക്കുള്ള കരിയർ ഡെവലപ്മെൻറ്റ്, കരിയർ ഗ്രോത്ത് ഓപ്പർച്യൂണിറ്റീസ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുക, കൗൺസിലിംഗ് പ്രൊവൈഡ് ചെയ്യുക. അതേപോലെ അവർക്ക് അവരുടെ ടാർഗറ്റ് അച്ചീവ് ചെയ്യുക, അല്ലെങ്കിൽ ഓരോ വർഷവും ഫെസ്റ്റീവ് സീസൺസ് ഒക്കെ വരുമ്പോൾ അവർക്ക് റെക്കഗ്നീഷനിൽ റിവാർഡ്സ് ഒക്കെ കൊടുക്കുക. അതേപോലെ ബെസ്റ്റ് എംപ്ലോയർ ആരാണ് അതിനൊരു അവാർഡ് പ്രൊവൈഡ് ചെയ്യുക. ഇതൊക്കെയായിരുന്നു ട്രഡീഷണൽ ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെൻറ്റിൽ നമ്മൾ ഫോക്കസ് ചെയ്ത കാര്യങ്ങൾ. ട്രഡീഷണൽ HRM കവേഴ്സ് എ വൈഡ് റേഞ്ച് ഓഫ് എംപ്ലോയ്മെൻറ്റ് പ്രാക്ടീസസ് ഇൻക്ലൂഡിംഗ് റിക്രൂട്ട്മെൻറ്റ്, സെലക്ഷൻ, പെർഫോമൻസ് അപ്രൈസൽ, ട്രെയിനിങ് ആൻഡ് ഡെവലപ്മെൻറ്റ് ആൻഡ് അഡ്മിനിസ്ട്രേഷൻ ഓഫ് കോമ്പൻസേഷൻ ആൻഡ് ബെനിഫിറ്റ്സ്. അപ്പോൾ HRMൽ നമ്മൾ ട്രഡീഷണൽ HRM നമ്മളൊരു ഹ്യൂമൻ റിസോഴ്സ് അല്ലെങ്കിൽ ഒരു എംപ്ലോയിനെ കൺസിഡർ ചെയ്തിട്ടാണ് നമ്മൾ വർക്ക് ചെയ്തത്. ഒരു എംപ്ലോയിനെ കൺസിഡർ ചെയ്തിട്ടാണ് നമ്മൾ റൂൾസ് ആൻഡ് റെഗുലേഷൻ ഫോളോ ചെയ്ത് ഫോർമുലേറ്റ് ചെയ്തത്. ആ എംപ്ലോയിനെ റിലേറ്റ് ചെയ്തിട്ട് വരുന്ന ആ ഒരു പർട്ടിക്കുലർ ഇൻഡിവിജ്വലിനെ റിലേറ്റ് ചെയ്യുന്ന ഓരോ കാര്യങ്ങൾ, റിക്രൂട്ട്മെൻറ്റ്, സെലക്ഷൻ, പെർഫോമൻസ് അപ്രൈസൽ, ആ എംപ്ലോയി എങ്ങനെ എത്രത്തോളം പെർഫോം ചെയ്യേണ്ടത്, അതായത് ക്വാളിറ്റി ആൾ പെർഫോമൻസിൽ കാണിക്കുന്നുണ്ടോ, അതേപോലെ എംപ്ലോയീസിൻ്റെ ഓർഗനൈസേഷനിൽ എന്തെങ്കിലും ബെനിഫിറ്റ് അത് കൊണ്ടുവരുന്നുണ്ടോ എന്നൊക്കെ നമ്മൾ പെർഫോമൻസ് അപ്രൈസൽ നമ്മൾ ശ്രദ്ധിക്കുന്നു. അഡ്മിനിസ്ട്രേഷൻ, കോമ്പൻസേഷൻ, ബെനിഫിറ്റ്സ്, ആൾക്ക് കറക്റ്റായിട്ടാണ് വേജസ് കൊടുക്കുന്നത്, അത് സാറ്റിസ്ഫാക്ടറി ആണോ ആ വ്യക്തിക്ക്, ആളുടെ ഫാമിലി റൺ ചെയ്യാൻ ഇത് മാത്രം മതിയോ, ഇതൊക്കെയായിരുന്നു നമ്മൾ ട്രഡീഷണൽ HRM അല്ലെങ്കിൽ ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെൻറ്റിൻ്റെ ബേസിക് കോൺസെപ്റ്റ് നമ്മൾ നോക്കിയിരുന്നത്. പക്ഷേ SHRM, സ്ട്രാറ്റജിക് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെൻറ്റോട്ട് വന്നപ്പോൾ കുറച്ചുകൂടി അഡ്വാൻസ് ആയിട്ട് നമ്മൾ ചിന്തിച്ചു തുടങ്ങി. കുറച്ചുകൂടി ലോങ് ടേം ഗോൾസ്, ലോങ് ടേം പീരീഡിലോട്ട് നമ്മൾ ചിന്തിച്ചു തുടങ്ങി. SHRM reflects a more flexible arrangement and utilization of human resources to achieve organizational goal and help organization gain competitive advantage. SHRM നമ്മൾ ചെയ്തിരുന്നത് ഈ പറയുന്ന എല്ലാ കാര്യങ്ങളും ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെൻറ്റ്, ട്രഡീഷണൽ അല്ലെങ്കിൽ ബേസിക് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെൻറ്റിൽ പറഞ്ഞിരിക്കുന്ന എല്ലാ കാര്യങ്ങളും നമ്മൾ ഫോക്കസ് ചെയ്യുന്നുണ്ട്. പക്ഷേ അതിൻ്റെ പുറമെ ഒരു കാര്യം കൂടി നമ്മൾ ശ്രദ്ധിക്കുന്നു, ഓർഗനൈസേഷൻ ദ മെയിൻ ഫാക്ടർ ഇൻ ദി ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെൻറ്റ്. അതായിരുന്നു നമ്മുടെ മെയിൻ ഫോക്കസ്. പ്രൈമറി ടാസ്ക് എന്ന് പറഞ്ഞ രീതിയിൽ ബേസിക് HRMൽ പറയുന്ന റിക്രൂട്ട്മെൻറ്റ്, സെലക്ഷൻ, പ്ലാനിങ്, ഈ പറഞ്ഞ എല്ലാ കാര്യങ്ങളും വരുന്നു, ഒരു എംപ്ലോയിനെ സംബന്ധിച്ച് വരുന്ന എല്ലാ കാര്യങ്ങളും വരുന്നു. പക്ഷേ സെക്കൻഡറി ടാസ്ക് അല്ലെങ്കിൽ മെയിൻ ടാസ്ക് എന്ന് പറയുന്ന SHRMലാണ് നമ്മൾ കൊണ്ടുവരുന്നത്. ഇതൊക്കെ ചെയ്യുന്നത് ഓർഗനൈസേഷൻ്റെ ബെനിഫിറ്റിന് വേണം.
ഇതൊക്കെ ചെയ്യുന്നത് ഈ പറഞ്ഞ റിക്രൂട്ട്മെൻറ്റും അതേപോലെ ട്രെയിനിങ്ങും ഡെവലപ്മെൻറ്റും കൗൺസിലിങ്ങും ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്നത്, കരിയർ ഡെവലപ്മെൻ്റ് ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്നത് ഓർഗനൈസേഷൻ്റെ ബെനിഫിറ്റിന് വേണ്ടി, ഓർഗനൈസേഷൻ്റെ ഗോൾസ് അച്ചീവ് ചെയ്യാൻ വേണ്ടി, ഓർഗനൈസേഷൻ ബാക്കിയുള്ള കോമ്പറ്റീറ്റേഴ്സിന് മുമ്പിൽ എത്തി നിൽക്കാൻ വേണ്ടി, ഷെയർ വാല്യൂസ് കൂടാൻ വേണ്ടി, ഓർഗനൈസേഷൻ തന്നെ കിട്ടുന്ന റിട്ടേൺ, അവർക്ക് വരുന്ന ഇൻവെസ്റ്റ്മെൻറ്റ്, ഇതൊക്കെ ഡബിൾ ആവാൻ വേണ്ടിയാണ് നമ്മൾ എംപ്ലോയീസിന് ആ രീതിയിൽ റൂൾസ് ആൻഡ് റെഗുലേഷനും ആ രീതിയിൽ നമ്മൾ സ്ട്രാറ്റജീസ് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. ആ ഒരു കാര്യമാണ് SHRMൽ പറയുന്നത്. ഇറ്റ് ഇൻവോൾവ്സ് ആൻഡ് റിഫ്ലക്ട് എ ഷിഫ്റ്റ് ഓഫ് എംഫാസിസ് ഫ്രം ഓപ്പറേറ്റിംഗ് എഫിഷ്യൻസി ഓഫ് ഇൻഡിവിജ്വൽ to managerial efficiency of the entire organization. SHRM is a systematic approach which implies that it is done on a planned way that integrates organizational goal with policy and action sequence. അപ്പോൾ SHRM അല്ലെങ്കിൽ സ്ട്രാറ്റജിക് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെൻറ്റ് എന്ന് പറയുന്ന നെക്സ്റ്റ് ജനറേഷൻ സോഫിസ്റ്റിക്കേറ്റഡ് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെൻറ്റ് പ്രോസസ്സിൽ നമ്മൾ ഓർഗനൈസേഷനാണ് നമ്മുടെ അൾട്ടിമേറ്റ് എയിം. ഓർഗനൈസേഷന് വേണ്ടിയാണ് നമ്മൾ വർക്ക് ചെയ്യുന്നത്. ഓർഗനൈസേഷൻ്റെ ഗോൾ അച്ചീവ് ചെയ്യാൻ വേണ്ടിയാണ് ഓരോ സ്ട്രാറ്റജീസ് ഇംപ്ലൈ ചെയ്യുന്നത്. അതാണ് SHRMൽ പറയുന്നത്. ഇവിടെ ബേസിക് HRMൽ പറഞ്ഞ അതേ എല്ലാ കാര്യങ്ങളും വരുന്നു. ഒരു എംപ്ലോയിനെ സാറ്റിസ്ഫൈ ചെയ്യണം. നമ്മുടെ ഓർഗനൈസേഷനിൽ വർക്ക് ചെയ്യുന്ന ഹ്യൂമൻ റിസോഴ്സ് തന്നെയാണ് ഇവിടുത്തെ ഏറ്റവും വലിയ അസറ്റ്. ആ എംപ്ലോയിനെ സാറ്റിസ്ഫൈ ചെയ്യണം. അതനുസരിച്ച് നമ്മൾ അവർക്ക് കോമ്പൻസേഷൻ, വേജസ്, സാലറി, അതനുസരിച്ച് അവർക്ക് പ്ലേസ്മെൻറ്റ്, ജോബ് അനാലിസിസ് ഒക്കെ നമ്മൾ പ്രൊവൈഡ് ചെയ്യണം. ഇതൊക്കെ ശരി തന്നെ. പക്ഷേ അതിൻ്റെ ഒപ്പം തന്നെ ഓർഗനൈസേഷൻ്റെ ഗോൾ അച്ചീവ് ചെയ്യുന്നുണ്ടോ, ഈ പറഞ്ഞ ഒരു റൂൾസ് ആൻഡ് റെഗുലേഷൻ നമ്മൾ ഇംപ്ലിമെൻറ്റ് ചെയ്യുമ്പോൾ അത് ഓർഗനൈസേഷൻ്റെ ബെനിഫിറ്റിന് വേണ്ടി, ഓർഗനൈസേഷൻ അൾട്ടിമേറ്റ് എൻഡ് കോമ്പറ്റീറ്റേഴ്സിന് മുമ്പിൽ എത്തി, അതേപോലെ ലാർജ് മാർക്കറ്റ് വാല്യൂ ഷെയർ പിടിച്ചെടുക്കാൻ വേണ്ടി, ഇതിനൊക്കെ വേണ്ടിയാണ് SHRM വർക്ക് ചെയ്യുന്നത്. ടു അച്ചീവ് ദി ഓർഗനൈസേഷണൽ ഗോൾസ്, ടു അച്ചീവ് ദി ഓർഗനൈസേഷൻ ഒബ്ജക്റ്റീവ്സ്. SHRM ഇസ് എ സിസ്റ്റമാറ്റിക് അപ്രോച്ച്. ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെൻറ്റ് പറഞ്ഞ അതേ കാര്യം തന്നെയാണ് SHRM പറയുന്നത്. പക്ഷേ കുറച്ചുകൂടി അഡ്വാൻസ്ഡ് ആയിട്ട് നമ്മൾ ചിന്തിക്കുന്നു എന്ന് മാത്രം, ഒരു ലോങ് ടേം ഒബ്ജക്റ്റീവ് പോലെ. അപ്പോൾ ഇതോടെ നമ്മൾ ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെൻറ്റ് നമ്മുടെ ചാപ്റ്റർ 1 വൈൻഡപ്പ് ചെയ്യുകയാണ്. താങ്ക് യു ഓൾ.